പെഡ്രോ ടാൽഹിൻഹാസ് പറയുന്നു. ഞങ്ങൾ ആഴ്ചയിൽ 3 തവണ പരിശീലനം നടത്തുമായിരുന്നു. ശനിയാഴ്ചകളിൽ ടാർമാക്കിലോ കോൺക്രീറ്റിലോ ഉള്ള ചെറിയ പിച്ചുകളിൽ ഞങ്ങൾ കളിക്കുമായിരുന്നു. ആദ്യ 3 മാസങ്ങളിൽ 7 പേർക്കെതിരെ 7, തുടർന്ന് 11 പേർക്ക് 5 പേർക്ക് മാത്രമുള്ള പിച്ചിലാണ് ഞങ്ങൾ പരിശീലനം നടത്തിയത്. ജിം ഉണ്ടായിരുന്നില്ല, ക്ലബ്ബിൽ അധികം സൗകര്യങ്ങളില്ലായിരുന്നു. വാസ്തവത്തിൽ മദീരയിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബിനും ജിം ഉണ്ടായിരുന്നില്ല. അവൻ മികച്ചവനാകുമെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? പെഡ്രോ ടാൽഹിൻഹാസ് പറയുന്നു. എന്നോടല്ല. അവൻ ഒരു ഫുട്ബോൾ കളിക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയും, പക്ഷേ മികച്ചവനല്ല. ഇല്ല. ലോകത്തിലെ ഏറ്റവും മികച്ചവനാകാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? പെഡ്രോ ടാൽഹിൻഹാസ് പറയുന്നു. ചില പരിശീലകർ അങ്ങനെ പറയുന്നു. 10 വർഷത്തിനുള്ളിൽ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണെന്ന് അവർ എന്നോട് പറയണമെന്ന് ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ ഞാൻ പോയി അവനെ അന്വേഷിക്കാം. നിങ്ങൾ പലപ്പോഴും അവനെ അവന്റെ അച്ഛനോടൊപ്പം കണ്ടിട്ടുണ്ടോ? പെഡ്രോ ടാൽഹിൻഹാസ് പറയുന്നു. റൊണാൾഡോ പരിശീലനത്തിന് ഒറ്റയ്ക്ക് വരുമായിരുന്നു. എന്നിരുന്നാലും അവന്റെ അച്ഛൻ എപ്പോഴും മത്സരങ്ങൾക്ക് വരുമായിരുന്നു. അവൻ ഒരു കാര്യത്തിലും ഇടപെട്ടിരുന്നില്ല, മകനോടോ പരിശീലകരോടോ ഒന്നും പറഞ്ഞിരുന്നില്ല. പരിശീലകർ ചെയ്തത് അവന് മതിയായതായിരുന്നു. അണ്ടർ 13 മേഖലയിലെ ചാമ്പ്യൻഷിപ്പ് തീരുമാനിക്കുന്നതിന് മുമ്പാണ് റൊണാൾഡോയ്ക്ക് പനി ബാധിച്ചത്. അമ്മേ, എനിക്ക് കളിക്കണം. ഡോളോറസ് അപേക്ഷിച്ചു. കിടക്കയിൽ തന്നെ തുടരാൻ അവൾ ആഗ്രഹിച്ചു. എനിക്ക് അസുഖം തോന്നിയാൽ ഞാൻ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടും. തീർച്ചയായും ഞാൻ ഇറങ്ങും. അവനെ തടയുക അസാധ്യമായിരുന്നു. ഡോളോറസ് ഇന്ന് പറയുന്നു. അദ്ദേഹം കളിച്ചു. എനിക്ക് ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനോ ഓർമ്മിച്ചു. ഞാൻ ഒരു ഗോൾ നേടിയെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങൾ ചാമ്പ്യന്മാരായിരുന്നു. അത് വിലമതിക്കുന്നതായിരുന്നു. വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടീം വിജയമായിരുന്നു. പുതിയ പ്രസിഡന്റ് റൂയി ആൽവസ് നാഷണലിന്റെ ഹോം ഗ്രൗണ്ടായ എസ്റ്റാഡിയോ ഡോസ് ബറോസിൽ വെച്ച് അദ്ദേഹത്തിന് ട്രോഫി സമ്മാനിച്ചു. ആ സമയത്ത് മന്ത്രിച്ചത് സ്പോർട്ടിംഗ് ലിസ്ബൺ ശ്രദ്ധിച്ചു. നാഷണലിൽ മദീരയിലെ തന്റെ പ്രായത്തിലുള്ള 10 വയസ്സുള്ള ഈ ആൺകുട്ടി, അവൻ തന്റെ പ്രായത്തിലുള്ള മദീരയിലെ ഏറ്റവും മികച്ച താരമാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള റൊണാൾഡോ ഇത്രയും ചെറുതും ഒറ്റപ്പെട്ടതുമായ ഒരു ദ്വീപിൽ താമസിക്കാൻ കഴിയാത്തത്ര വലുതായി മാറുകയായിരുന്നു. അതിനാൽ അടുത്തതായി സംഭവിച്ചത് അനിവാര്യമായിരുന്നു. മദീരയിലെ സ്പോർട്ടിംഗ് ഫാൻ ക്ലബിന്റെ പ്രസിഡന്റും അസിസ്റ്റന്റ് അറ്റോർണി ജനറലുമായ ജോവോ മാർക്കോസ് ഡി ഫ്രീറ്റാസ്, ക്രിസ്ത്യാനോ ഫുട്ബോൾ കളിക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനോയുടെ ഗോഡ്ഫാദറായ ഫെർണാണ്ടോ സൂസ അദ്ദേഹത്തിന്റെ അകാല കഴിവിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എനിക്ക് കുട്ടിയുമായി ഓഫീസിലേക്ക് പോകാൻ കഴിയുമോ? സൂസ ജോവോയോട് ചോദിച്ചു. കാർണിവൽ സീസണായിരുന്നു, അതായത് സമയം അനുയോജ്യമല്ലായിരുന്നു. പക്ഷേ അത് ഒരു പെട്ടെന്നുള്ള കൂടിക്കാഴ്ചയായിരിക്കുമായിരുന്നു. ക്രിസ്ത്യാനോയുടെ കരിയറിലെ ഒരു പ്രധാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദർ വീണ്ടും പങ്കാളിയാകാൻ പോകുകയായിരുന്നു. ഈ കുട്ടി വളരെ നല്ലവനായിരിക്കും, അദ്ദേഹം അവനോട് പറഞ്ഞു. നമുക്ക് അവനെ സ്പോർട്ടിംഗിലേക്ക് കൊണ്ടുപോകാമോ? മാർക്കോസ് ഡി ഫ്രീറ്റാസ് ഒരു പരിശീലകനല്ല, എല്ലാം അറിയാമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല, കാരണം ഫുട്ബോളിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം സ്പോർട്ടിംഗിലെ ട്രാൻസ്ഫറുകളുടെ ചുമതലയുള്ള ആളായ ഔറേലിയോ പെരേരയെ വിളിച്ചു. ഫ്യൂട്രെ, ഫിഗോ, സിമാവോ, ക്വാറസ്മ, നാനി, മൗട്ടിഞ്ഞോ തുടങ്ങിയ പ്രതിഭകളെ ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നു. ജോവോ പറഞ്ഞു. ഓറേലിയോ, എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടുമുട്ടി. അവന്റെ ഗോഡ്ഫാദർ പറയുന്നു അവൻ ശരിക്കും നല്ലവനാണെന്ന്. എനിക്ക് ഫുട്ബോളിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം? ജോവോ മാർക്കോസ് ഡി ഫ്രീറ്റാസ് വെറുമൊരു വ്യക്തി മാത്രമായിരുന്നില്ല, അവൻ സാധാരണയായി കളിക്കാരെ വാഗ്ദാനം ചെയ്തിരുന്നില്ല. എന്നാൽ 1997 ഫെബ്രുവരിയിൽ 12 വയസ്സ് തികഞ്ഞ, വളരെ ദൂരെ നിന്ന് വന്ന ഒരു ആൺകുട്ടിക്ക് ഇത്രയും വലിയ ശ്രമം നടത്തേണ്ടതുണ്ടെന്ന് ഔറേലിയോയ്ക്ക് ഉറപ്പില്ലായിരുന്നു. ഇന്ന് ക്ലബ്ബ് സജ്ജീകരണം ഫഞ്ചലിലെ ഏറ്റവും മികച്ച 6 വയസ്സുകാരൻ ആരാണെന്ന് അവർക്ക് ഉറപ്പാക്കുന്നു. അവർ അവനെ മെയിൻലാൻഡിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ആ സമയത്ത് അത് നിലവിലില്ല. ജോവോയ്ക്ക് ഔറേലിയോ ഒരു ഉപകാരം ചെയ്തത്. ആൺകുട്ടിയെ ഒരാഴ്ചത്തേക്ക് അയക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അവർക്ക് അവനെ വിലയിരുത്തി അവരെ അറിയിക്കാം. ഫ്രാങ്കോ എന്ന കളിക്കാരന് വേണ്ടി നാഷണൽ 25,000 യൂറോ സ്പോർട്ടിംഗിന് കടപ്പെട്ടിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്കൊത്ത് അദ്ദേഹം എത്തിയിരുന്നില്ല. കടം വീട്ടാൻ അവർ പാടുപെടുകയായിരുന്നു. യുവ റൊണാൾഡോയെ സ്പോർട്ടിംഗിലേക്ക് മാറ്റുന്നത് വ്യക്തമായ ഒരു പരിഹാരമായിരുന്നു. എന്നാൽ റൊണാൾഡോയ്ക്ക് 25,000 യൂറോ വിലയുണ്ടായിരുന്നു. അക്കാലത്ത് അത് ഗണ്യമായ തുകയായിരുന്നു. വാസ്തവത്തിൽ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇത്രയും വലിയ തുക ഒരിക്കലും നൽകിയിട്ടില്ല. ബോർഡിന് ശുപാർശ ചെയ്യാൻ നിക്ഷേപം ഫലപ്രദമാകുമെന്ന് ഔറേലിയോയെ ബോധ്യപ്പെടുത്തണമായിരുന്നു. സ്പോർട്ടിംഗിൽ നിന്നും നാഷണലിൽ നിന്നും പൂർണ്ണമായ അനുമതി ലഭിച്ചതിനാൽ ജോവോ യാത്ര സംഘടിപ്പിച്ചു. മദീരയ്ക്ക് പുറത്തുള്ള റൊണാൾഡോയുടെ ആദ്യ സംരംഭം ഈസ്റ്ററിലാണ് നടന്നത്. അദ്ദേഹത്തിന് കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മുഴുവൻ വിലയും നൽകുന്നില്ല. അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദർ അദ്ദേഹത്തെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. അവൻ ഒറ്റയ്ക്ക് പറന്നു. ഇപ്പോൾ ക്രിസ്ത്യാനോ കഥ പറയുമ്പോൾ അവൻ പറയുന്നത് അവൻ തന്റെ അമ്മയോടൊപ്പമാണ് പോയതെന്നാണ്. ഔറേലിയോ പറയുന്നത് അവന്റെ ഗോഡ്ഫാദർ കൂടെ യാത്ര ചെയ്തതായി ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
പക്ഷേ സത്യം ആരും റൊണാൾഡോയോടൊപ്പം പോയിട്ടില്ല എന്നതാണ്. ശരാശരി 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉത്തരവാദിത്തങ്ങൾ കുറവായ സമയത്ത് ഏതൊരു തീരുമാനത്തിന്റെയും പൂർണ്ണമായ പരിണതഫലങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ ക്രിസ്ത്യാനോ തന്റെ ഗോഡ്ഫാദറിനോട് സമ്മതിച്ചു. താൻ പരിഭ്രാന്തനായിരുന്നുവെന്നും വിമാനയാത്രയുടെ തലേദിവസം രാത്രി ഒരു കണ്ണിരുക്കിൽ പോലും ഉറങ്ങിയിട്ടില്ലെന്നും ആ വിമാനത്തിൽ കയറിയ ഉടനെ എന്തോ എന്നേക്കുമായി മാറാൻ പോകുന്നുവെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. കഴുത്തിൽ തൂക്കിയിട്ട ഒരു നെയിം ടാഗും കുറച്ച് വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ബാഗും ധരിച്ചാണ് അവൻ യാത്ര ചെയ്തത്. മറ്റൊരു സ്പോർട്ടിംഗ് ഡയറക്ടറായ ഔറേലിയോയും മാരിയോ ലിനോയും അവനെ എടുത്തു. ഔറേലിയോയുടെ കാറിന്റെ പിൻഭാഗത്ത് ക്രിസ്ത്യാനോ നിശബ്ദമായി ഇരുന്നു ജനാലയിലൂടെ കാറുകളും ആളുകളും നിറഞ്ഞ ഒരു ലോകത്തെ നോക്കി. ഞാൻ മറ്റൊരു രാജ്യത്താണെന്ന് ഞാൻ കരുതി, അയാൾ ഓർത്തു. തീർച്ചയായും അയാൾ ഉദ്ദേശിച്ചത് മറ്റൊരു ഗ്രഹത്തിലാണെന്ന്. എല്ലാ തടസ്സങ്ങളെയും മറികടക്കുമെന്ന് റൊണാൾഡോയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ട്രയലിന്റെ സ്വഭാവമോ ആർക്കെതിരെയാണ് കളിക്കുന്നതെന്നോ പരിഗണിക്കാതെ എനിക്ക് ആത്മവിശ്വാസവും വിശ്രമവും ഉണ്ടായിരുന്നു. അവർ എന്നെ ഇഷ്ടപ്പെടുമെന്നും എന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും എനിക്കറിയാമായിരുന്നു. 14 വയസ്സിനു മുകളിലുള്ള ആൺകുട്ടികൾ താമസിച്ചിരുന്ന പഴയ ജോസ് അൽവാലേഡ് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള വസതിയിൽ റൊണാൾഡോ രാത്രി ചെലവഴിച്ചു. അവരിൽ ചിലരെ വരും ദിവസങ്ങളിൽ അദ്ദേഹം നേരിടും. പങ്കെടുക്കാൻ പദ്ധതിയിട്ടിരുന്ന പ്രഭാത പരിശീലന സെഷൻ റദ്ദാക്കി. സ്പോർട്ടിംഗ് വിഎസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അണ്ടർ-19 മത്സരം കാണാൻ അദ്ദേഹം ഔറേലിയോയ്ക്കൊപ്പം പോയി. ക്രിസ്ത്യാനോ കളിക്കാർ സ്ട്രെച്ചുകൾ നടത്തി കണ്ടു. ഔറേലിയോയുടെ അനുവാദം ചോദിക്കാതെ തന്നെ അവൻ തന്റെ സ്പോർട്ടിംഗ് കിറ്റിൽ നിന്ന് ട്രാക്സ്യൂട്ട് പുറത്തേക്ക് എടുത്തു. അത് തെളിയിക്കാൻ ഒരു ഫോട്ടോയുണ്ട്. ഒടുവിൽ ആ നിമിഷം എത്തി. ട്രയൽ നടന്നത് ഇപ്പോൾ പ്രവർത്തനരഹിതമായ സ്പോർട്ടിംഗ് ഡാട്ടോറ പിച്ചിലാണ്. അവിടെയാണ് യുവ ടീമുകൾ പരിശീലനം നടത്തുന്നത്. മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടത്തിയിരുന്ന ഔറേലിയോയ്ക്ക് റൊണാൾഡോയുടെ സഹതാരങ്ങളുമായുള്ള ആദ്യ സമ്പർക്ക പോയിന്റ് കാണാൻ കഴിഞ്ഞില്ല. അവൻ ചില ജമ്പുകൾ, സ്പ്രിന്റുകൾ, വാം ആപ്പ്, സ്ട്രെച്ചുകൾ എന്നിവ നടത്തി. പിന്നീട് പന്ത് ആദ്യമായി അവന്റെ നേരെ വന്നു. ഞാൻ അത് നിയന്ത്രിക്കാൻ പോകുകയായിരുന്നു. പന്ത് എന്റെ കാലിനടിയിലേക്ക് പോയി. എന്നിട്ടും അവൻ ശാന്തനായി തുടർന്നു, അല്ലെങ്കിൽ കുറഞ്ഞത് അയാൾക്ക് തോന്നിയതുപോലെ. ക്വോട്ട് അവൻ വളരെ പരിഭ്രാന്തനാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവന്റെ ഗോഡ്ഫാദർ പിന്നീട് സമ്മതിച്ചു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ അത് ചെയ്യാൻ പോകുന്നു. രസകരമെന്നു പറയട്ടെ, ഔറേലിയോയ്ക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ പരിശീലകരിൽ ഒരാളായ പൗലോ കാർഡോസോയ്ക്ക് ആ ചെറിയ കാര്യം ഓർമ്മയില്ല. ആദ്യം പന്ത് തൊട്ടപ്പോൾ അദ്ദേഹം എന്തോ അത്ഭുതകരമായി ചെയ്തു. വൗ! മദീരൻ പരിശീലനം നടത്തിയിരുന്ന ടീമിന്റെ പരിശീലകനായ എന്റെ സഹപ്രവർത്തകനായ ഓസ്വാൾഡോ സിൽവയെ ഞാൻ നോക്കി. ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് ഇത് എന്താണ് എന്നൊരു ഭാവം ഉണ്ടായിരുന്നു. അവൻ വീണ്ടും വീണ്ടും പന്ത് കളിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു വ്യത്യസ്ത കളിക്കാരനാണെന്ന് പരിശീലകർ കണ്ടത് എന്ന് ക്രിസ്ത്യാനോ സമ്മതിച്ചു. അതെ, അവൻ വ്യത്യസ്തനായിരുന്നു, പൗലോ കാർഡോസോ പറഞ്ഞു. കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള ഒരു പ്രത്യേക കാര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ സഹതാരങ്ങളും അത് ശ്രദ്ധിച്ചു. പരിശീലനത്തിനുശേഷം എല്ലാ കളിക്കാരും ചിന്തിച്ചത് 12 വയസ്സിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നാണ്. പുഞ്ചിരിയോടെ റൊണാൾഡോ പറഞ്ഞു. 13ഉം 14ഉം വയസ്സുള്ള ആൺകുട്ടികൾ പരിശീലനത്തിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം നേടിയ ആദരവ് അദ്ദേഹത്തിന് നൽകി. കാർഡോസോയും സിൽവയും അവരുടെ റിപ്പോർട്ടിൽ എഴുതി, അസാധാരണമായ കഴിവും വളരെ വികസിതമായ സാങ്കേതിക വിദ്യയുമുള്ള ഒരു കളിക്കാരൻ. ചലനത്തിലും നിൽക്കുന്ന സ്ഥാനത്തും പന്ത് ചലിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അസാധാരണമാണ്. ദീർഘദൂരങ്ങളിലും ഹ്രസ്വദൂരങ്ങളിലും അദ്ദേഹം വേഗത്തിൽ പന്ത് ചലിപ്പിക്കുമായിരുന്നു. കൂടാതെ ഡ്രിബ്ലിംഗിൽ വലിയ റേഞ്ചുള്ളയാളുമായിരുന്നു. 2 കാലുകളുള്ള നിർഭയനും ധൈര്യശാലിയുമാണ്. 2ാം ദിവസം ആ കുട്ടി വിവരിച്ചതുപോലെയാണോ എന്ന് ഔറേലിയോ നേരിട്ട് കാണാൻ പോയി. പഴയ അൽവലാഡ് സ്റ്റേഡിയത്തിന് അടുത്തുള്ള ഒരു വലിയ പിച്ചിൽ 14 വയസ്സിന് താഴെയുള്ളവരുടെ മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എല്ലാവരും എന്താണ് സംസാരിക്കുന്നതെന്ന് കാണാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഔറേലിയോ അതിനപ്പുറം കാണാൻ ആഗ്രഹിച്ചു. അവന്റെ ചെറിയ തലയ്ക്കുള്ളിൽ എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് 66 വയസ്സുള്ള കളിക്കാരെ വിലയിരുത്തുന്നതിൽ 46 വർഷത്തെ പരിചയമുള്ള എനിക്ക് ഇപ്പോഴും കളിക്കാരെക്കുറിച്ച് സംശയങ്ങളുണ്ട്, സ്പോർട്ടിംഗ് അക്കാദമിയുടെ തലവൻ പറയുന്നു. ഇന്ന് എനിക്ക് ഉറപ്പുള്ള ഒരേയൊരു കാര്യം എനിക്ക് സംശയങ്ങളുണ്ട് എന്നതാണ്. നിങ്ങൾക്ക് അവനെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ വിലയിരുത്താൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ ഒരു മാർഗവുമില്ലെങ്കിലും കളിക്കാരന്റെ മാനസിക ശക്തി, പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വളരെ അകലെയായിരിക്കുമ്പോൾ അവൻ എങ്ങനെ നേരിടും. 2ാം ദിവസം അവൻ ഇതിനകം ഒരു നേതാവായി മാറുകയായിരുന്നു. അക്കാദമിയിലെ നല്ല കളിക്കാരോടൊപ്പവും എതിർത്തും അവൻ കളിക്കുകയായിരുന്നു. അവർ അവനേക്കാൾ പ്രായമുള്ളവരായിരുന്നു, പക്ഷേ എല്ലാവരും അവനെ പിന്തുടർന്നു. അവനെ പിന്തുടരുന്നതിൽ സന്തോഷിച്ചു. അവൻ എത്ര നല്ലവനാണെന്ന് മറ്റ് കുട്ടികൾ ഞങ്ങളോട് പറയാൻ വരും. ഒരു പുതിയ കളിക്കാരൻ പരിശീലനത്തിനായി ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ എല്ലായ്പ്പോഴും ടീമിന്റെ ക്യാപ്റ്റനോട് സംസാരിക്കും. ഒരു പരിശീലകനും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കളിക്കാർക്ക് എന്നോട് പറയാൻ കഴിയും.
ഡ്രിബ്ലിംഗ് എത്ര മികച്ചതായിരുന്നു എന്നതിനേക്കാൾ റൊണാൾഡോ എങ്ങനെയുള്ള ആളായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഒരു എപ്പിസോഡ് അദ്ദേഹത്തിന് അവസരം നൽകി. നിർണായക നിമിഷം. അവൻ ഒരു ത്രോ ഇന്നിൽ നിന്ന് പന്ത് സ്വീകരിക്കാൻ പോകുന്നു, അവനെ വളരെ കർശനമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഡി സ്റ്റഫാനോ പറയും പോലെ എതിരാളി കഴുത്തിലൂടെ ശ്വാസം എടുക്കുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, റൊണാൾഡോ പ്രതിരോധക്കാരനേക്കാൾ കുറച്ച് വയസ്സ് കുറവായിരുന്നു. അവൻ തിരിഞ്ഞുനിന്ന് പറഞ്ഞു, ഹേയ് കുട്ടി, ശാന്തനാകൂ. അവൻ അവനെ കുട്ടി എന്ന് വിളിച്ചു. ഞാൻ എന്റെ സീറ്റിൽ നിന്ന് ചാടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോയി. അവൻ ഞങ്ങൾക്ക് വേണ്ടി ഒപ്പിടണം. അവൻ 2 ദിവസം കൂടി പരിശീലനത്തിൽ ചെലവഴിച്ചു, പക്ഷേ തീരുമാനം ഇതിനകം എടുത്തിരുന്നു. ഔറേലിയോ മാർക്വസ് ഡി ഫ്രീറ്റാസിനെ വിളിച്ചു. ഈ റൊണാൾഡോ മിടുക്കനാണ്, അദ്ദേഹം അവനോട് പറഞ്ഞു. എന്നിരുന്നാലും ഇനിയും നടപടികൾ സ്വീകരിക്കാനുണ്ട്. സ്പോർട്ടിംഗിന്റെ സാമ്പത്തിക മേധാവികൾക്ക് ഇപ്പോഴും ഒരു ചെറിയ സമ്മർദ്ദം ആവശ്യമായിരുന്നു. അതിനാൽ ഔറേലിയോ ഒരു 2ാമത്തെ റിപ്പോർട്ട് എഴുതി, ഇത് ഭാവിയിൽ ഒരു മികച്ച നിക്ഷേപമായിരിക്കും. വിചാരണയ്ക്ക് 4 മാസങ്ങൾക്ക് ശേഷം 1997 വേനൽക്കാലത്ത് മുൻ ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ സിമോസ് ഡി അൽമേഡ ഒടുവിൽ ഇതിന് അനുമതി നൽകി. അതിനിടയിൽ കളിക്കാരന്റെ മാതാപിതാക്കളുമായി സംസാരിക്കാൻ ഔറേലിയോ മദീരയിലേക്ക് പോയി, പ്രത്യേകിച്ച് അയാളുടെ അമ്മയോടൊപ്പം. അവർ മറുവശത്ത് നിന്ന് ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നു എന്നാണ് ഡിനിസ് ഡോളോറസിനോട് വാർത്ത പറഞ്ഞത്. ക്രിസ്ത്യാനോ, ഡിനിസ്, ഡോളോറസ്, എൽമ, ക്രിസ്ത്യാനോയുടെ ഗോഡ്ഫാദർ ഔറേലിയോ എന്നിവർ ഫഞ്ചൽ ഹോട്ടലിൽ കണ്ടുമുട്ടി. ഡോളോറസിന്റെ സംരക്ഷണാത്മക മാതൃസഹജമായ സഹജാവബോധം ഉടലെടുത്തു. തുടക്കത്തിൽ ഔറേലിയോയോട് അവൾക്ക് തണുത്ത സ്വഭാവമായിരുന്നു. ഒരു കുടുംബം ആരംഭിച്ചതിനുശേഷം അവൾക്ക് ഒരിക്കലും അത്തരമൊരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടില്ല. മാതാപിതാക്കളില്ലാത്ത സ്വന്തം ബാല്യകാലം സ്വന്തം കുട്ടികളുമായി ആവർത്തിക്കാൻ അവൾ ആഗ്രഹിക്കാത്ത ഒരു അനുഭവമായിരുന്നു. ഫ്രാൻസിലെ അവളുടെ ഹ്രസ്വമായ അഭാവം തന്നെ വേദനാജനകമായിരുന്നു. എന്നെ പോകാൻ അനുവദിക്കൂ അമ്മേ, റൊണാൾഡോ യാചിച്ചു. അമ്മ പിന്തുണച്ച ക്ലബ്ബായ സ്പോർട്ടിംഗ് വ്യക്തമായ ഒരു രീതിശാസ്ത്രവും കൂടുതൽ പ്രധാനമായി ഒരു കുടുംബഘടനയും വാഗ്ദാനം ചെയ്തു. അവർ ആൺകുട്ടിയുടെ രക്ഷാധികാരികളായിരിക്കും. ഡോളോറസ് അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും അച്ചടക്ക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് അവർ അവളോട് ഉപദേശം ചോദിക്കുകയും ചെയ്യും. സാഹചര്യം എത്ര അസാധാരണമാണെന്ന് സമ്മതിച്ച ഔറേലിയോ കാര്യങ്ങളിൽ മുൻപന്തിയിലായിരിക്കും. റൊണാൾഡോ മറ്റ് ആൺകുട്ടികളോടൊപ്പം വസതിയിൽ താമസിക്കും. അദ്ദേഹം പഠനം തുടരും, ക്ലാസ്സിൽ പെരുമാറിയില്ലെങ്കിൽ കളിക്കാൻ അനുവദിക്കില്ല. ഔറേലിയോ ശാന്തനും ജ്ഞാനിയുമായ ഒരു മനുഷ്യനായിരുന്നു, മൃദുവായി എന്നാൽ വ്യക്തമായും ബോധ്യപ്പെടുത്തുന്ന രീതിയിലും സംസാരിച്ചു. സംശയങ്ങളാൽ വലഞ്ഞിരുന്ന വസ്തുതയെ അദ്ദേഹത്തിന്റെ ബോധ്യം മറച്ചുവെച്ചു. പിന്നെ ഞങ്ങൾ ആ ചെറുപ്പക്കാരന്റെ സ്വാതന്ത്ര്യത്തെ കളിക്കകത്തും പുറത്തും അവനെ സംയോജിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുമായി സന്തുലിതമാക്കേണ്ടിവന്നു. പക്ഷേ അതെല്ലാം സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പരിചയസമ്പന്നനായ ഒരു പ്രൊഫഷണലിനെപ്പോലും, പുതിയ നഗരത്തിന്റെയും ക്ലബിന്റെയും ടീമിന്റെയും ഭാഗമല്ലെന്ന് തോന്നുന്ന ഒരാളെപ്പോലും നിങ്ങൾക്ക് സംയോജിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥ കളിക്കാരനെ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ കഴിവ് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ജോലിയുടെ ഈ ഭാഗം നിർവഹിക്കേണ്ടത് ഞങ്ങൾക്ക് വളരെ പ്രധാനമായിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ അദ്ദേഹത്തിന്റെ ചിന്തകളുമായി പൂർണ്ണമായും ഇണങ്ങിച്ചേരണം. കരാറിന്റെ ഭാഗമായി ഡോളോറസിന് വർഷത്തിൽ 3 തവണ ലിസ്ബണിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. ആൺകുട്ടിയുടെ ശമ്പളം നേരിട്ട് ഒരു കുടുംബ അക്കൗണ്ടിലേക്ക് നൽകും. അവന്റെ ആദ്യ വാർഷിക ശമ്പളം 10,000 യൂറോ ആയിരുന്നു. എല്ലാം ശരിയാകും, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴിയിൽ അമ്മയുടെ കണ്ണുനീർ അടക്കാൻ ക്രിസ്ത്യാനോ പറഞ്ഞു. അവന്റെ മൂത്ത സഹോദരി എൽമയും തകർന്നു. 2 സീസണുകൾക്ക് ശേഷം റൊണാൾഡോ നാഷണലിൽ നിന്ന് പുറത്തുപോകാൻ തയ്യാറായി. ക്ലബ്ബിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനകാലം ഉചിതമായി അനുസ്മരിക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് റൂയി ആൽവസ് പറയുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ എക്കാലത്തെയും മികച്ച നാഷണൽ 11-ൽ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ മ്യൂസിയത്തിൽ ഞങ്ങളോടൊപ്പമുള്ള സമയത്തിന്റെ ഫോട്ടോകളുണ്ട്. അക്കാദമി സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കാൻ അദ്ദേഹം ഞങ്ങൾക്ക് അനുമതി നൽകി. അദ്ദേഹം തീർച്ചയായും പ്രചോദനത്തിന്റെ ഒരു ഉറവിടമാണ്, ഒരു മോഡൽ പ്രൊഫഷണലാണ്. മദീറിന്റെ വിജയത്തിന് അനന്തരഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും ദിവസം വൈകുന്നേരം 8 മണിക്ക് 200 ആൺകുട്ടികൾ നാഷണൽ ഷർട്ട് ധരിക്കുകയും റൊണാൾഡോ ആകാൻ സ്വപ്നം കാണുകയും ചെയ്യുന്നു. മാതാപിതാക്കളുടെ പ്രതീക്ഷകളാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പലരും അറിയുന്നില്ല. ക്രിസ്ത്യാനോയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് അസാധാരണമായ മെച്ചപ്പെടാനുള്ള ആഗ്രഹവും അസാധാരണമായ മത്സര മനോഭാവവുമാണെന്ന് മറക്കുന്നു. റൊണാൾഡോ അതുല്യനാണ്. മാരിറ്റിമോ പ്രസിഡന്റും ക്രിസ്ത്യാനോയുടെ സുഹൃത്തുമായ കാർലോസ് പെരേര ഇതിനെ റൊണാൾഡോ മനിയ എന്ന് വിളിക്കുന്നു. മിക്ക മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ സഹായിക്കുന്നില്ലെന്ന് തിരിച്ചറിയാത്തതിനാൽ ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എന്തായാലും റൊണാൾഡോയിൽ നിന്ന് അവർക്ക് പഠിക്കാൻ കഴിയുന്നത് ആൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ദ്വീപ് വിടുക എന്നതാണ്. ഇത് വളരെ ചെറുതാണ്, ഇവിടെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. ലിസ്ബണിലേക്ക് താമസം മാറിയതാണ് റൊണാൾഡോയുടെ വലിയ വിജയം. ദാരിദ്ര്യം, കുടുംബ പോരാട്ടങ്ങൾ, മദ്യപാനം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
13-14 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ഡിനിസ് ആകാമായിരുന്നു, പെരേര കരുതുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹ്യൂഗോ അവിടെ തന്നെ തുടർന്നു. അദ്ദേഹത്തിന് ഒരു കളിക്കാരനാകാമായിരുന്നു, പക്ഷേ വഴിതെറ്റി. ക്വിന്റ ഡോ ഫാൽക്കാവോയിലെ മറ്റ് നിരവധി യുവാക്കളെപ്പോലെ മയക്കുമരുന്ന് തടസ്സമായി. ഒരു സമാന്തര ലോകത്ത് മാരിറ്റിമോ സ്കൗട്ടായ ബെർണാർഡോ റോസ ആ തിങ്കളാഴ്ച ലിസ്ബണിലേക്ക് പോകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും അണ്ടോറിൻഹിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനോ ഒടുവിൽ തന്റെ ക്ലബിനായി ഒപ്പുവെക്കുന്നു. മാരിറ്റിമോയ്ക്ക് സ്പോർട്ടിംഗുമായി കടബാധ്യതയില്ല, അതായത് അവരെ വിൽക്കാൻ അവർ നിർബന്ധിതരല്ല. 5 വർഷത്തിന് ശേഷം അദ്ദേഹം ആദ്യ ടീമിൽ ഇടം നേടുകയും മാരിറ്റിമോയിൽ വെള്ളിപ്പാത്രങ്ങൾ നേടുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് സങ്കൽപ്പിക്കാം. പോർട്ടോ, സ്പോർട്ടിംഗ്, ബെൻഫിക്ക എന്നിവയെല്ലാം അദ്ദേഹത്തിനായി പോരാടുന്നു. പോർച്ചുഗലിലെ 3 വലിയ ടീമുകളിൽ ഒരാളുമായി അദ്ദേഹം വിജയം ആസ്വദിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ലബ്ബുകൾ താൽപര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹം ബാഴ്സലോണയ്ക്കായി കരാർ ഒപ്പിടുകയും ചെയ്യുന്നു. അത് അത്ര വിദൂരമല്ല, നമ്മൾ പിന്നീട് കാണാൻ പോകുന്നതുപോലെ. അത് എളുപ്പത്തിൽ സംഭവിക്കുമായിരുന്നു. മറിച്ച് മദീരയിൽ കൂടുതൽ കാലം താമസിച്ചാൽ അദ്ദേഹത്തിന് കെണിയിൽപ്പെടാൻ കഴിയുമായിരുന്നു. കൂടാതെ അദ്ദേഹം മറ്റൊരു അപ്രാപ്യ പ്രതിഭയായി മാറുകയും ദ്വീപിൽ കുടുങ്ങി പുറം ലോകം ശ്രദ്ധിക്കാതെ പോകുകയും ചെയ്യുമായിരുന്നു. പെഡ്രോ പിന്റോയുമായുള്ള സിഎൻഎന്നിലെ അഭിമുഖം 2012. പെഡ്രോ പിന്റോ, നിങ്ങളുടെ അമ്മയുടെ ഈ ഫോട്ടോ നോക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? റൊണാൾഡോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അവർ. എനിക്ക് എല്ലാം, എന്റെ വിദ്യാഭ്യാസം, ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അവസരങ്ങളും നൽകിയവർ. നല്ലതും ചീത്തയുമായ സമയങ്ങളിൽ അവർ എപ്പോഴും എന്റെ അരികിലുണ്ട്. അവൾ ഒരിക്കലും ഒരു വാതിലും അടച്ചിട്ടില്ല. എന്റെ സ്വപ്നത്തെ പിന്തുടരാൻ അവൾ എപ്പോഴും എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. 2014 ഫെബ്രുവരിയിൽ ക്രിസ്ത്യാനോയുടെ 29ാം ജന്മദിനത്തിൽ റയൽ മാഡ്രിഡ് ടിവിയിൽ തന്റെ മകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡൊളോറസ് ഇങ്ങനെ മറുപടി നൽകി: ഒരു പുരുഷൻ, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അവനെ എങ്ങനെ കാണുന്നു? കണ്ണുനീർ ഒഴുകിയപ്പോൾ ആദ്യം അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഒരു പുരുഷൻ എന്ന നിലയിൽ അവൻ ഒരു മികച്ച മനുഷ്യനാണ്, കുടുംബത്തിന്റെ സുഹൃത്താണ്, എല്ലാവരുടെയും സുഹൃത്താണ്. അവൻ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നു. റൊണാൾഡോയ്ക്ക് നല്ല ഹൃദയമുണ്ട്. ആ ആൺകുട്ടിയെ ദൈവം സൃഷ്ടിച്ചു. അവൾ വീണ്ടും നിർത്തേണ്ടിവന്നു. വീണ്ടും കരച്ചിൽ ഉയർന്നു. റൊണാൾഡോ എനിക്ക് ജീവിതത്തിൽ എല്ലാം തന്നു. എനിക്ക് പ്രധാനം അമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു നല്ല മകനെ ഉണ്ടായിരിക്കുക എന്നതാണ്. അതാണ് എനിക്ക് ജീവിതത്തിലെല്ലാം. റൊണാൾഡോയെ ഉപേക്ഷിക്കാൻ ഡൊളോറസ് പ്രേരിപ്പിച്ചതിന് 2 കാരണങ്ങളുണ്ട്. ചിലപ്പോൾ വളരെ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുള്ളപ്പോൾ അവർ നിങ്ങളുടെ പാതയെ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷേ ഫലം മികച്ചതായിരിക്കണമെന്നില്ല. മാരിറ്റിമോ പ്രസിഡന്റ് റൂയി ആൽവസ് പറയുന്നു. അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കുമ്പോൾ കുട്ടികളുടെ സ്വപ്നം കാണാനുള്ള അവകാശത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും. റൊണാൾഡോയുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ അത് നേടിയില്ല, പക്ഷേ ഞങ്ങളുടെ മകന് സ്വപ്നം കാണാൻ കഴിയും. എന്നിരുന്നാലും കൂടുതൽ വിചിത്രമായ ഒരു വ്യാഖ്യാനമുണ്ട്. ലിസ്ബണിലേക്കുള്ള യാത്രാമധ്യേ 12 വയസ്സുള്ള ആൺകുട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ആളല്ല, സ്വപ്നങ്ങളുള്ള ഒരു കുട്ടി മാത്രമായിരുന്നു. അത് സുരക്ഷിതമായ നിക്ഷേപത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. വീട്ടിൽ ഭക്ഷണം മേശപ്പുറത്ത് വയ്ക്കാൻ അവീറോ കുടുംബം പാടുപെട്ടു. ക്രിസ്ത്യാനോ ഇല്ലാതെ ഭക്ഷണം നൽകാൻ ഒരു വായ കുറവായിരുന്നു. 2 സാഹചര്യങ്ങളിലും സ്പോർട്ടിംഗിന് തന്റെ മകനെ പരിപാലിക്കാൻ കഴിയുമെന്ന് ഡൊളോറസ് സ്വയം ബോധ്യപ്പെടുത്തി. 12 വയസ്സുള്ളപ്പോൾ ഞാൻ ലിസ്ബണിൽ താമസിക്കാൻ പോയി. വിമാനത്താവളത്തിലേക്ക് പോയത് ഞാൻ ഓർക്കുന്നു. എന്റെ സഹോദരിമാർ സൺഗ്ലാസ് ധരിച്ചിരുന്നെങ്കിലും അവരുടെ കണ്ണുനീർ എനിക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞു. കുടുംബം മുഴുവൻ കരയുകയായിരുന്നു. പക്ഷേ എന്റെ അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്: മകനേ, ഒരു ദിവസം നീ എന്റെ മുഖത്ത് നോക്കി നീ ഒരു ഫുട്ബോൾ കളിക്കാരനല്ലെന്ന് പറയുന്ന ഒരു സാഹചര്യം ഞാൻ അനുവദിക്കില്ല. ഞാൻ കാരണം. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ കാരണം. നിന്റെ സ്വപ്നത്തിനായി പോരാടുക. വിമാനം പറന്നുയരാൻ തുടങ്ങിയപ്പോൾ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അതാണ് ജീവിതം. അവർ എന്നെ ഉപേക്ഷിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പകരം കുറച്ചു കാലത്തേക്ക് അവർ എന്നെ സ്വന്തമായി ഉപേക്ഷിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ കാലഘട്ടമായിരുന്നു അത്. എന്തിനാണ് ഞാൻ ഖേദിക്കുന്നത്? ഒരുപക്ഷെ എന്റെ കുട്ടിക്കാലം കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. ലിസ്ബൺ വിധി രൂപപ്പെടുത്തുന്നു. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദപ്രയോഗം സൃഷ്ടിച്ച പ്രശസ്തനായ ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൺ നമ്മുടെ ഉയർന്നുവരുന്ന സ്വഭാവസവിശേഷതകളെ പ്രത്യേക പ്രായപരിധിക്കുള്ളിൽ വിശാലമായി നിർവചിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. അത് മാനസിക സാമൂഹിക വികസനത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പ്രകടമാണ്. 5 മുതൽ 12 വരെ കുട്ടികൾ തങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അവരുടെ പ്രത്യേക കഴിവുകൾ തിരിച്ചറിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവർ അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്താനും തുടങ്ങുന്നു. 13 മുതൽ 19 വരെ കൗമാരക്കാർ പ്രായപൂർത്തിയാകുന്നതിനുള്ള പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്നു. ഞാൻ ആരാണ്? എനിക്ക് എന്താകാൻ കഴിയും? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തേടുന്നു. അവർ സ്വന്തം ഐഡന്റിറ്റി വികസിപ്പിക്കുന്നു, എന്നാൽ അതേസമയം ലോകത്തിൽ അവരുടെ സ്ഥാനം കണ്ടെത്താൻ പാടുപെടുന്നു.
അവർ സ്വതന്ത്രരും സ്വയംപര്യാപ്തരുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു, മുതിർന്നവരെപ്പോലെ പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അംഗീകാരത്തിനും സ്വീകാര്യക്കുമുള്ള ഈ ആഗ്രഹമാണ് വ്യക്തിത്വ വികസനത്തിന്റെ വിളനിലം. ഒരു ഗ്രൂപ്പ് പരിതസ്ഥിതിയിൽ, അത് സ്കൂളിലോ ഫുട്ബോൾ ടീമിലോ ആകട്ടെ, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വമുള്ളപ്പോൾ സുഖം തോന്നുന്നത് വളരെ സംതൃപ്തി നൽകുന്ന ഒരു അനുഭവമാണ്. മറ്റുള്ളവർ തങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാകാൻ തുടങ്ങുന്നു. ആദ്യ ദിവസം മുതൽ മത്സരങ്ങൾ വിജയിപ്പിച്ച സ്റ്റാർ കളിക്കാരനായിരുന്നു റൊണാൾഡോ. അദ്ദേഹം ഒരു സ്വാഭാവിക നേതാവായിരുന്നു. അന്നുമുതൽ തന്റെ ടീമംഗങ്ങളുമായി ആ ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. തന്റെ പരിശ്രമത്തിനും നേതൃത്വത്തിനും പകരമായി അവരിൽ നിന്ന് ആ അളവിലുള്ള ബഹുമാനം അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നു. എന്നാൽ 14-ാം വയസ്സിൽ സ്പോർട്ടിംഗിൽ അത്തരമൊരു അചഞ്ചലത ആരംഭിച്ചു. എറിക്സണിലേക്ക് മടങ്ങുമ്പോൾ, കൗമാര വികസനം ഈ ഘട്ടം മുതൽ തുടരുന്നു. ഒരു തൊഴിൽ തെരഞ്ഞെടുക്കാനും മുതിർന്നവരുടെ ലോകത്ത് ഒരു സ്ഥാനം കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ. പലപ്പോഴും ഈ പ്രതിഫലനങ്ങൾ ഉൾക്കാഴ്ചയില്ലാത്ത കരിയർ തെരഞ്ഞെടുപ്പുകളിലേക്ക് നയിക്കുന്നു. അതിന്റെ ഫലമായി അവ ഹ്രസ്വകാലത്തേക്ക് നീണ്ടുനിൽക്കും. പരാജയവും മറികടക്കാനാവാത്തതായി തോന്നുന്ന തടസ്സങ്ങളും വിലയില്ലായ്മയുടെയും വിഷാദത്തിന്റെയും വികാരങ്ങളിലേക്ക് നയിച്ചേക്കാം. വൈരുദ്ധ്യമുള്ള നിരവധി വികാരങ്ങളുടെയും സംശയങ്ങളുടെയും നടുവിൽ പര്യവേക്ഷണത്തിനും പരീക്ഷണത്തിനും അനുവദിക്കുന്ന ഒരു ഇടവേള അനിവാര്യമാണെന്ന് എറിക്സൺ എഴുതുന്നു. ഒരു വ്യക്തിക്ക് താൻ അല്ലെങ്കിൽ അവൾ യഥാർത്ഥത്തിൽ ആരാണെന്നതിനെക്കുറിച്ചുള്ള മികച്ച ധാരണയോടെ അത്തരമൊരു ഇരുണ്ട തുരങ്കത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയും. 12-ാം വയസ്സിൽ റൊണാൾഡോ ലിസ്ബണിലേക്ക് പോയത് മറ്റൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരെക്കാൾ വളരെ മുമ്പുതന്നെ അദ്ദേഹം തന്റെ കരിയർ തെരഞ്ഞെടുക്കുകയും മുതിർന്നവരുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. പരീക്ഷണങ്ങൾക്കും തെറ്റുകൾ വരുത്തുന്നതിനും വേണ്ടിയുള്ള ആ അശ്രദ്ധമായ കാലഘട്ടം അദ്ദേഹത്തിന് നഷ്ടമായി. 12-ാം വയസ്സുമുതൽ എല്ലാത്തിനും ഒരു വിലയുണ്ടെന്നും സാമ്പത്തിക യാഥാർത്ഥ്യം നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറുമെന്നും, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എറിക്സൺ വിശദീകരിക്കുന്നു. ഫുട്ബോൾ കുടുംബങ്ങൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഭാവിയിലെ വിജയം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന പ്രതീക്ഷയിൽ കഴിവുള്ള ഒരു മകനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരർത്ഥത്തിൽ അവൻ കുടുംബത്തിന്റെ വരുമാനദാതാവായി മാറുകയും സാധാരണയായി പിതാവുമായി ബന്ധപ്പെട്ട പങ്ക് തട്ടിയെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുടുംബം അവരുടെ എല്ലാ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിലനിൽക്കുന്ന മകന്റെ അടിമയായി മാറുന്നു. ഇത് ക്രമേണയും ഒഴിച്ചുകൂടാനാവാത്തവിധം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിധിയായി മാറും. ഈ ലോകത്തിലെ റൊണാൾഡോമാർ അവരുടെ ലക്ഷ്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, എല്ലാറ്റിനുമുപരി അവരുടെ മത്സര ബുദ്ധി ഉപയോഗിക്കുന്നു. സ്കൂൾ ഒരു ശല്യമാണ്. തെരുവിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിൽ നിന്നുമാണ് ക്രിസ്ത്യാനോയുടെ വിദ്യാഭ്യാസം വരുന്നത്. ഫുട്ബോളിലൂടെ സ്പോർട്ടിംഗ് ലിസ്ബൺ അദ്ദേഹത്തെ വളരെയധികം പഠിപ്പിച്ചു. അച്ചടക്കം, അധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത, വിജയത്തിലേക്കുള്ള മാർഗമായി കഠിനാധ്വാനം, ഒരു അളവുകോലായി ഫലം. ആ സൂക്ഷ്മലോകത്തിലാണ് പ്രചോദനത്തിന്റെ പുതിയ സ്രോതസ്സുകൾ ഉയർന്നുവരുന്നത്. കഥാപാത്രങ്ങൾ വികസിക്കുന്നു, ടീം സ്പിരിറ്റും സ്ഥിരോത്സാഹവും വികസിക്കുന്നു. എന്നാൽ പഠനം മനുഷ്യവികസനത്തിന്റെ ഒരു അനിവാര്യ ഭാഗമാണ്. അത് നമ്മുടെ വ്യക്തിത്വങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, പ്രതിഫലനത്തെയും ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവിനെയും സുഗമമാക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, അത് നല്ലതായി ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ അഭിപ്രായങ്ങളെ പ്രതിരോധിക്കാനും നമ്മുടെ ലോകത്തെയും ചുറ്റുമുള്ള ആളുകളെയും കുറിച്ച് കൂടുതൽ കണ്ടെത്താനും നമ്മൾ പഠിക്കുന്നു. അത് സ്വയം ഉറപ്പിന്റെയും വിമർശനാത്മക വിശകലനത്തിന്റെയും തുടക്കമാണ്. പലപ്പോഴും ഫുട്ബോൾ കളിക്കാരെ അവരുടെ വികസനത്തിന്റെ ആ അത്യാവശ്യ ഭാഗത്ത് നിന്ന് മാറ്റി അവരുടേതായ ഒരു ലോകത്തിൽ നിർത്തുന്നു, ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത, കുട്ടികളായി തുടരാൻ കഴിയുന്ന ഒരു ലോകത്തിൽ. കളിക്കാരന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അവൻ തന്റെ കഴിവിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എത്ര സൗകര്യപ്രദമാണ്. ചില മാതാപിതാക്കൾക്ക് പോലും. സാധാരണയായി 3 വ്യത്യസ്ത വിഭാഗങ്ങളിലാണ് മാതാപിതാക്കൾ ഉൾപ്പെടുന്നത്. ആധികാരികവും വിദൂരവുമായ മാതാപിതാക്കൾ. ആധികാരികമായ അച്ചടക്കം ഉള്ളവർ, അതായത് അവർ തങ്ങളുടെ കുട്ടികളിൽ താൽപ്പര്യമുള്ളവരാണ്, പക്ഷേ നിയമങ്ങൾക്കും ക്രമത്തിനും ഉള്ളിലാണ്. കൂടാതെ നിയമങ്ങളും നിയന്ത്രണവും അപൂർവമായതിൽ അനുവദനീയമായ അച്ചടക്ക സമീപനവും. ഈ അവസാന ഗ്രൂപ്പിന് സമ്മാനങ്ങൾ സാധാരണമാണ്, അതേസമയം ശിക്ഷകളും ആവശ്യങ്ങളും കുറവാണ്. ഇടയ്ക്ക് തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നു, പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടുന്നു, ആശയവിനിമയം ഏകപക്ഷീയവും ഫലപ്രദവുമല്ല. എന്റെ അഭിപ്രായത്തിൽ ഡോളോറസും ഡിനിസും സ്വീകരിച്ച രക്ഷാകർതൃ മാതൃക അതായിരുന്നു. മാരിറ്റിമോ പ്രസിഡന്റ് റൂയി ആൽവസും പരിശീലകൻ പെഡ്രോ ടാൽഹിൻഹാസും മാർട്ടിനോയും പത്രപ്രവർത്തകനും ഡിനിസിന്റെ സുഹൃത്തുമായ ഫെർണാണ്ടസ് അത്തരം ആശയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അമിതമായി ഇടപെടുന്ന ഒരു കുടുംബം റൊണാൾഡോയെ കളിക്കാരനാകാൻ ആവശ്യമായ സ്വാതന്ത്ര്യത്തോടെ വളരാൻ അനുവദിക്കില്ലായിരുന്നുവെന്ന് സൂചിപ്പിച്ചപ്പോൾ, ഒരുപക്ഷെ അത്തരം സ്വാതന്ത്ര്യം ഒരു കുട്ടിയെ തെരുവ് ശീലമുള്ളവനായി മാറാൻ അനുവദിക്കുന്നു. എന്നാൽ മാതാപിതാക്കളുടെ നിയന്ത്രണം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്വാർത്ഥത, അസഹിഷ്ണുത, ധാർഷ്ട്യം, ഒരുപക്ഷെ ഏറ്റവും ദോഷകരമായത് അരക്ഷിതാവസ്ഥ തുടങ്ങിയ നെഗറ്റീവ് സ്വഭാവഗുണങ്ങൾ വികസിക്കാനുള്ള സാധ്യതയുണ്ട്. നിയമങ്ങളില്ലാത്ത, വ്യക്തമായ മാതൃകകളില്ലാത്ത, അച്ഛനില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ അത് മുതിർന്നവരുടെ ജീവിതത്തിലേക്കുള്ള പാതയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ.
യാത്രയെയോ തീരുമാനങ്ങളെയോ നിർവചിക്കാൻ ഇത് സഹായിക്കുന്നില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ. അരക്ഷിതാവസ്ഥ. റൊണാൾഡോ അരക്ഷിതനാണോ? പൂർണ്ണതയുള്ള ശരീരം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അരക്ഷിതത്വത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വയം അംഗീകരിക്കുകയും തങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളതിൽ സംതൃപ്തരാകുകയും ചെയ്യുന്നവർ പൂർണ്ണതയുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. സ്ഥിരയുള്ള ഒരു വീട് നൽകുന്ന സാമൂഹിക മാനദണ്ഡങ്ങളില്ലാതെ പ്രായപൂർത്തിയായ പുരുഷൻ പലപ്പോഴും തെറ്റായ സ്ഥലത്ത് പുറപ്പെടുവിക്കുന്ന ഒരു പക്വതയില്ലാത്ത ആൺകുട്ടിയാണ്. 2014 ബാലൺ ഡി ഓർ ഓർക്കുന്നുണ്ടോ? താൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോഴും ചിലർ അതിനെ ക്ലാസ് അഭാവം എന്ന് വിളിച്ചേക്കാം. വാസ്തവത്തിൽ ഇത് പെരുമാറ്റ അവബോധത്തിന്റെ അഭാവമാണ്. അപ്പോൾ നിയമങ്ങളില്ലെങ്കിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അതിനൊപ്പമുള്ള പ്രതിരോധ സംവിധാനം അഹങ്കാരമാണ്. അത് വെറും ഒരു മറവാണ്. റൊണാൾഡോ സത്യസന്ധനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവരുണ്ട്. നിങ്ങൾ കാണുന്നത് അവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവൻ അനുഭവിക്കുന്നത് അവൻ മറച്ചുവെക്കുന്നില്ല. ഞാൻ കാണുന്നത് ഒരു നഷ്ടപ്പെട്ട കൊച്ചുകുട്ടിയെയാണ്. ക്രിസ്ത്യാനോയുടെ ധാർഷ്ട്യവും പെരുമാറ്റവും അവന്റെ വളർത്തലിന്റെ അനന്തരഫലങ്ങളാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അവന്റെ ചില പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കണോ? ഉദാഹരണത്തിന്, സ്പാനിഷ് ലീഗിൽ കോർഡോബ ഡിഫൻഡർ എഡിമറിനെ പുറത്താക്കിയപ്പോൾ 5ാമത്തെ ചുവപ്പ് കാർഡ് ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഫിഫ വേൾഡ് ചാമ്പ്യൻ ഷർട്ട് ബാഡ്ജിൽ നിന്ന് പൊടി തട്ടിയപ്പോൾ അദ്ദേഹം കാണിച്ച ആംഗ്യമോ? അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോട് സഹാനുഭൂതി കാണിക്കുന്നത് എളുപ്പമല്ല, പക്ഷേ അവയെല്ലാം ഒരേ വിഷയത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. റയൽ മാഡ്രിഡ് ജനറൽ മാനേജർ ജോസ് ആഞ്ചൽ സാഞ്ചസ് മാരിയോ ടോറജോണിന്റെ ജീവചരിത്രത്തിൽ തന്റെ വിലയിരുത്തൽ നടത്തി. ഈ ആൺകുട്ടികളുടെ പെരുമാറ്റമോ പൊതു ആംഗ്യമോ നമുക്ക് മനസ്സിലാകാതെ അവരെ വിമർശിക്കുമ്പോൾ അവർക്ക് ഇല്ലാത്ത ഒരു സാധാരണ ജീവിതത്തിൽ നിന്നുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത്. 10 വയസ്സോ 11 വയസ്സോ വരെ താൻ സാന്താക്രോസിൽ വിശ്വസിച്ചിരുന്നുവെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ സമ്മതിച്ചു. അടുത്ത വർഷം അദ്ദേഹം കുടിയേറി. 13 വയസ്സായപ്പോഴേക്കും അദ്ദേഹം ലിസ്ബൺ മുഴുവൻ സഞ്ചരിച്ചിരുന്നു, പലപ്പോഴും ഒറ്റയ്ക്ക്. 2014 സെപ്റ്റംബറിൽ പുതുക്കിയ ഊർജ്ജത്തോടെ ഞാൻ ഫഞ്ചലിലേക്കും ലിസ്ബണിലേക്കും മറ്റൊരു യാത്ര ആരംഭിച്ചു. റൊണാൾഡോയുടെ ബാല്യകാലം മുതൽ അദ്ദേഹം ആദ്യമായി പഴയ ട്രാഫോർഡ് പിച്ചിൽ കാലുകുത്തിയ നിമിഷം വരെയുള്ള ഒരു ഡോക്യുമെന്ററി റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ അവസരം കണ്ടെത്തി. ഞങ്ങൾ അതിനെ ദി മേക്കിംഗ് ഓഫ് റൊണാൾഡോ എന്ന് വിളിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ സ്കൂളുകളിലും അക്കാദമികളിലും ഇത് പ്രദർശിപ്പിക്കുന്നു, കാരണം അദ്ദേഹത്തിന്റെ യാത്ര അസാധാരണവും പ്രചോദനാത്മകവുമാണ്. എനിക്ക് പലപ്പോഴും, മിക്കവാറും എല്ലായ്പ്പോഴും, ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. ഞാൻ ഉണർന്ന് എന്റെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ടും അലക്കും, കിടക്ക ഒരുക്കും. ഉദാഹരണത്തിന്, ആ പ്രായത്തിൽ ഒരു സാധാരണ കുട്ടി ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ വിഷമിക്കില്ല. അവർക്ക് എപ്പോഴും മറ്റൊരാൾ അത് ചെയ്യുമായിരുന്നു. എനിക്ക് അത് പരിചിതമായിരുന്നില്ല. ഞാൻ വളരെയധികം കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഒരു പുരുഷനായി വളർന്നു. 12 വയസ്സിൽ സ്വന്തം വസ്ത്രങ്ങൾ മടക്കിവെക്കുന്ന കലയിൽ പ്രാവീണ്യം നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ 1997 ആഗസ്റ്റിൽ ക്രിസ്ത്യാനോ ലിസ്ബണിൽ വന്നിറങ്ങി. 2003 ആഗസ്റ്റ് വരെ തലസ്ഥാനത്ത് തുടർന്നു. ഈ നഗരം എനിക്ക് ഒരു ഹൃദയം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും സുന്ദരിയാണ്, എന്നാൽ അവരുടെ യൗവനത്തിന്റെയും പ്രതാപത്തിന്റെയും നാളുകൾ വളരെക്കാലം കഴിഞ്ഞു. മദീരയിലുള്ളവരേക്കാൾ ആളുകൾ വളരെ തുറന്നവരാണ്. എന്റെ നിയമനം ഞാൻ വിശദീകരിക്കുമ്പോൾ റൊണാൾഡോയുടെ വിജയഗാഥയുടെ ഭാഗമാകാൻ അവർ ആത്മാർത്ഥമായി സന്തുഷ്ടരാണെന്ന് തോന്നുന്നു. പോർച്ചുഗീസ് തലസ്ഥാനത്ത് റൊണാൾഡോയുടെ വികസനത്തിന് 3 പേർ അടിസ്ഥാനപരമായിരുന്നു. തീർച്ചയായും അച്ഛൻ, ഗോഡ്ഫാദർ, ഉപദേഷ്ടാവ് എന്നിവരുടെ മിശ്രിതമായിരുന്നു ഔറേലിയോ പെരേര. മദീരക്കാരനായ ലിയോണൽ പോണ്ടസ് ആദ്യ കുറച്ച് വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിശീലകനും ഉപദേഷ്ടാവുമായിരുന്നു. 4 വർഷത്തേക്ക് റൊണാൾഡോയെ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹത്തിന്റെ യൂത്ത് ടീം പരിശീലകനായിരുന്നു നുനോ നാരെ. ആ സമയത്ത് സ്പോർട്ടിംഗിന് ഒരു ഘടനാപരമായ അക്കാദമി ഉണ്ടായിരുന്നില്ല. റാങ്കുകളിൽ അത്രയും ചെറുപ്പക്കാർ ഉണ്ടായിരുന്നില്ല. ആകെ 20ഓളം പേരുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും കുറഞ്ഞത് 14 പേരെങ്കിലും. ആദ്യത്തെ 12 വയസ്സുകാരൻ റൊണാൾഡോ ആയിരുന്നു. അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മൊബൈൽ ഫോണുകൾ ഇപ്പോഴുള്ളതുപോലെ സാധാരണമായിരുന്നില്ല. ലോകം വളരെ വലിയ ഒരു സ്ഥലമായി തോന്നി. 315 കിലോമീറ്റർ അകലെയുള്ള പോർട്ടോയിൽ നിന്നുള്ള ആൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ മദീരയിൽ നിന്നുള്ള ഒരാൾക്ക് അത് എങ്ങനെയായിരിക്കുമെന്ന് സങ്കൽപ്പിക്കുക, ഔറേലിയോ പെരേര പറഞ്ഞു. വൈകുന്നേരങ്ങളായിരുന്നു യുവാക്കൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം. തങ്ങളുടെ കുടുംബങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നില്ലെന്ന് കളിക്കാർക്ക് തോന്നണം. പകരം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ സഹായിക്കുകയാണ്, ഔറേലിയോ പെരേര കൂട്ടിച്ചേർത്തു. സ്കൂളില്ലാത്തതും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് എളുപ്പമല്ലാത്തതുമായ ആദ്യ കുറച്ച് മാസങ്ങളിൽ മൈലുകൾ അകലെ നിന്ന് വരുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. അവരുടെ കുടുംബങ്ങൾ വളരെ അകലെയാണ്. വൈകുന്നേരങ്ങൾ ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നു. അത് അവർക്ക് ചിന്തിക്കാൻ വളരെയധികം സമയം നൽകുന്നു. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നിർണായകമാണ്. പലരും നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു.
മാനേജർമാർ, പരിശീലകർ, ഡോക്ടർമാർ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ആൺകുട്ടിയുമായി പൊരുത്തപ്പെടാനും അവനെ പരിപാലിക്കാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ എടുത്ത ഓരോ ചുവടും പുതിയതായിരുന്നു. ഞങ്ങൾ അവനെ ഗ്രൂപ്പിലേക്ക് സംയോജിപ്പിക്കേണ്ടിവന്നു. അവൻ താമസിയാതെ അക്കാദമിയിലെ മുതിർന്ന ആൺകുട്ടികളുടെ വളർത്തുമൃഗമായി. വളർത്തുമൃഗം അധിക നാളായില്ല. ലിസ്ബണിൽ താമസിക്കുമ്പോൾ റൊണാൾഡോയുടെ അക്കാദമിയിലെ സഹപ്രവർത്തകരിലൊരാളായ ഹ്യൂഗോ പിനെയുമായി ഞാൻ സംസാരിച്ചു. അവൻ മെലിഞ്ഞവനും സുന്ദരനും, ആദ്യം ലജ്ജാശീലനും മൃദുവായ ശബ്ദമുള്ളവനുമാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയ ഹോട്ടലിലെ സോഫയിൽ കിടന്നുറങ്ങി. സംഭാഷണം പുരോഗമിക്കുമ്പോൾ അവൻ ക്രമേണ മുന്നോട്ടിരുന്നു. വാസ്തവത്തിൽ അവൻ തന്റെ സീറ്റിന് അരികിലിരുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കഥകൾ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്: ഹലോ, ഞാൻ ഹ്യൂഗോ പിനെയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. തീർച്ചയായും ഇല്ല. ഞാൻ നിങ്ങളോട് ചുരുക്കമായി പറയാം. ലിസ്ബൺ അയൽപക്കമായ ബെലമിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് ഡിവിഷൻ ടീമായ ബെലനൻസസിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത്. 7 വർഷം അവിടെ ചെലവഴിച്ചു. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ സ്പോർട്ടിംഗ് എന്നെ ഒപ്പിട്ടു. കാത്തിരിക്കൂ, ഒരു കാര്യം കൂടി. സ്പോർട്ടിംഗിൽ ചേരുന്നതിനു മുൻപ് ഞാൻ ബാഴ്സലോണയിൽ ചേരാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അവർ എന്നെ 2 ആഴ്ചത്തെ ട്രയൽസിൽ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് എന്റെ ലിസ്ബൺ ടീമിന്റെ ടൂർണമെന്റുമായി കൂട്ടിയിടിച്ചു. ഞാൻ പരനായിരുന്നു. എന്റെ അമ്മയും ഞാനും പോകേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് സംഭവിച്ചില്ല, അത്രമാത്രം. എന്നെ സൈൻ ചെയ്യാൻ സ്പോർട്ടിംഗ് 3 ലക്ഷം യൂറോ നൽകി. 15-ാം വയസ്സിൽ ഞാൻ ചേർന്നു. എല്ലാവർക്കും ആ കണക്ക് അറിയാമായിരുന്നു. എന്റെ ടീമംഗങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു, ആരാണ് ഇയാൾ? എന്തിനാണ് നമ്മൾ ഇയാൾക്ക് വേണ്ടി ഇത്രയും പണം നൽകിയത്?